بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. عن أبي سعد بن مالك بن سنان الخدري رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما من مسلم يدعو بدعوة ليس فيها إثم ولا قطيعة رحم إلا أعطاه الله بها إحدى ثلاث إما أن يعجل له دعوته وإما أن يدخر له في الآخرة وإما أن يصرف عنه من السوء مثلها قالوا إذا نكثر قال الله أكثر. أبو سعيد الخدري رضي الله عنه സഹാബി ഹിജ്റ 10 വർഷം മുമ്പ് ജനിച്ച സഹാബിയാണ്. യസ്രിബിലാണ് ജനിക്കുന്നത്, അഥവാ മദീനത്താണ് ജനിക്കുന്നത്. അൻസാരിയായ സഹാബിയാണ്. ഹിജ്റയ്ക്ക് ശേഷം 74-ാമത്തെ വർഷം മദീനയിൽ തന്നെ വഫാത്തായി. 80ഓളം വയസ്സുണ്ട്. ജന്നത്തുൽ ബഖീഇലാണ് ദഫൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഉപ്പയും സഹാബിയായിരുന്നു, മാലിക് ഇബ്നു സിനാൻ. അദ്ദേഹം സഹാബിയാണ്, ഉഹദിൽ ഷഹീദാക്കപ്പെട്ട സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മാലിക് ഇബ്നു സിനാൻ സിഗാർ സഹാബിയാണ്. 1170ഓളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹാബി ഉദ്ധരിക്കുന്ന ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅതു റഹിമിൻ. ഒരു മുസ്ലിമായ വ്യക്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ദുആയിൽ ഒരു ഇസ്മ്, തെറ്റായ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല, ഹറാമായ ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. വലാ ഖതിഅതു റഹിമിൻ, അഥവാ കുടുംബബന്ധം മുറിക്കുന്നൊരു കാര്യവും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളില്ലാത്തൊരു ദുആ, നമ്മൾ സാധാരണ ചെയ്യുന്ന നമ്മുടെ ആവശ്യങ്ങൾ, നല്ലത്, അള്ളാഹുവിനോട് നല്ലത് ചോദിക്കുന്ന കാര്യങ്ങൾ, ആ രീതിയിൽ ഒരു മുഅ്മിനായ അടിമ ദുആ ചെയ്താൽ ഇല്ല അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, മൂന്നാലൊരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആക്ക് ഉത്തരമായിട്ട് നൽകും. അഥവാ നമ്മൾ ആര് ദുആ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആഇനെ പരിഗണിക്കുന്നത് 3 രീതിയിലാണ്. ഒന്നെങ്കിൽ ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹു, അവൻ ചോദിച്ച കാര്യം അള്ളാഹു പെട്ടെന്നങ്ങ് നൽകും. നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ചോദിച്ചത് അത് പെട്ടെന്ന് അള്ളാഹു ഉത്തരം നൽകും. പെട്ടെന്ന് അതിൻ്റെ ഉത്തരം നൽകിയതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു രീതി. രണ്ടാമത്തത് വ ഇമ്മ അൻ യദ്ഖിറഹു ലഹു ഫിൽ ആഖിറ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. ആഖിറത്തിൽ ഈ ദുആഇൻ്റെ തോതനുസരിച്ച് അവൻ്റെ ദറജകൾ ഉയർത്തപ്പെടും, അല്ലെങ്കിൽ അവൻ്റെ പാപങ്ങൾ മാപ്പാക്കപ്പെടും. നമുക്കത് ദുനിയാവിൽ കിട്ടൂല. ഇത്രയും ദുആ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഖദർ അനുസരിച്ച് അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് അത് മാറ്റിവെക്കും. ഇത് രണ്ടാമത്തെ രീതി. ഇത് രണ്ടും അല്ലെങ്കിൽ മൂന്നാമത്തത് വ ഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹ, ആ ദുആഇൻ്റെ ഖദർ അനുസരിച്ച് ഇവന് വരാനിരിക്കുന്ന ഒരു വലിയ അപകടം, വലിയ ദുരന്തം അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. അതിൽ അള്ളാഹു തീരുമാനിച്ച രോഗങ്ങളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളാകാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മരണങ്ങളാകാം, പെട്ടെന്നുള്ള മരണം, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനായ അടിമയുടെ ദുആഇനെ അള്ളാഹു ഈ മൂന്നാലൊരു രീതിയിൽ പരിഗണിക്കും. അള്ളാഹു എന്തില്ല, ഒരിക്കലും ഒരാളുടെയും തേട്ടം അള്ളാഹു കേൾക്കാതിരിക്കുന്നില്ല, അറിയാതിരിക്കുന്നില്ല. അറിഞ്ഞാൽ തന്നെ അതെന്തില്ല, ഒഴിവാക്കുന്നില്ല. ഈ മൂന്നാലൊരു രീതിയിൽ നിർബന്ധമായിട്ടും ഒരടിമയുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് അത് അള്ളാഹു മാറ്റി വെക്കും. ഇല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു ദുരന്തം അള്ളാഹു അതിൽ നീക്കിത്തരും. ചിലപ്പോൾ വലിയ രോഗങ്ങളായിരിക്കാം, അങ്ങനെ എന്തും ആകാം. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, മൂന്നാമത്തതിന് പകരമായിട്ട്
ആ ദുആഇൻ്റെ ഖദർ അനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബി ചോദിച്ചു, ഖാലു ഇദൻ നുക്സിർ, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ദുആ അധികരിപ്പിക്കാം. എന്തായാലും 3-4 രീതിയിൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നുണ്ട്, അപ്പോൾ നമ്മൾ ദുആ അധികരിപ്പിക്കാം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ അല്ലാഹു അക്സർ, നിങ്ങൾ അധികരിപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവും അധികരിപ്പിക്കും. അതുകൊണ്ട് ഒരിക്കലും ദുആ ചെയ്യുന്ന വിഷയത്തിൽ നിരാശരാകരുത്. നമ്മളൊരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് കിട്ടിയിട്ട് കാണുന്നേ ഇല്ല, അപ്പോൾ എൻ്റെ ദുആ അള്ളാഹു കേൾക്കുന്നില്ല, എൻ്റെ ദുആ അള്ളാഹു പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകരുത്. അത് പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള ചിന്തയാണ്. അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു ആ ദുആയിനെ പരിഗണിക്കുന്നുണ്ട്, ഒരിക്കലും അള്ളാഹു തട്ടിക്കളയുന്നില്ല. മുഅ്മിനിൻ്റെ ദുആ അള്ളാഹു പരിഗണിക്കും. എങ്ങനെ? ഈ 3-4 രീതിയിൽ. ഒന്നുകിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അതിൻ്റെ പകരം ലഭിക്കും, ഇല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും വലിയൊരു ദുരന്തം അള്ളാഹു ഈ ദുആഇൻ്റെ തോതനുസരിച്ച് നീക്കിത്തരും. ഇതാണ് ഒരു മുഅ്മിനിൻ്റെ ദുആഇനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന രീതി. അതുകൊണ്ട് ദുആ ചെയ്യുക, നല്ലോണം ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഈ 3-4 രീതിയിൽ അള്ളാഹു എൻ്റെ ദുആ കേൾക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ, എന്ന ഉറപ്പോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും കാര്യങ്ങൾ നേടിയെടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.